ചേച്ചി ഓ ചേച്ചിക്ക് ഒത്തിരി പേരുണ്ട്. ആ. മഞ്ചാടി, അതെ മഞ്ജുക്കുട്ടി, അതെ. ഇനി മഞ്ജിമ ഉണ്ടാ? ഇല്ല 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 മഞ്ജിമയെന്നില്ല, ഇല്ല. പക്ഷെ പാറുന്നുണ്ട്. പാറൂന്ന് പാർവതി പാർവതി. നന്നായിട്ട് വിക്കിപീഡിയ നോക്കിയിരിക്കുന്നു. അതോ എന്റെ ഇന്റർവ്യൂ ആണ് എന്താ അതെ, അതെ. ഇത് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് റിസർച്ച് അല്ല ചേച്ചി, ഇന്ന് റിസർച്ച് ഇല്ല. ഞാൻ ആദ്യമേ രജനീഷിന്റെ അടുത്ത് പറഞ്ഞു. എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു രജനീഷ് കുറേ നാളുകളായിട്ടല്ലേ വരൂ ചേച്ചി വരൂ ഓഫീസിലേക്ക് വരൂ അപ്പോൾ ഒക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുക. സത്യം പറയാൻ മടിയായതുകൊണ്ടാണ്. സത്യം പറയുമ്പോൾ മടിയാണല്ല, സത്യങ്ങൾ ആൾക്കാർ എടുക്കാത്തതുകൊണ്ടാണ്. കള്ളം മാത്രമേ എടുക്കോളും. വിവാദങ്ങൾ ഉണ്ടാവരുത്. വിവാദങ്ങൾ മാത്രമേ ആൾക്കാർ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് എനിക്ക് എല്ലാവരും അല്ല കേട്ടോ, കുറെ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ മാക്സിമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു സൈഡിൽ ഒതുങ്ങി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രൊഫഷനും എൻ്റെ മകളും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ട് എന്തിനാ, ആർക്കും കൊടുക്കാറില്ല, ഒരാൾക്ക് മാത്രമല്ല ആർക്കും കൊടുക്കാറില്ല. എന്തുകൊണ്ടാ ചേച്ചി എനിക്ക് തരാൻ തീരുമാനിച്ചത്? ഞാൻ സോപ്പിട്ടതുകൊണ്ടാണ്. അല്ല ആക്ച്വലി കുറച്ച് ആൾക്കാർ വളരെ ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചില ഇന്റർവ്യൂസിൽ. അതെ, കുറച്ച് ആൾക്കാരിൽ ഒരാൾ, വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാൾ വളരെ ജെന്യുവൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ രജനീഷിന്റെ അടുത്ത് പറഞ്ഞ ഓർമ്മയുണ്ട്, രജനീഷ് ഞാൻ എന്തെങ്കിലും രണ്ടാമതൊരു ഇന്റർവ്യൂ, കാരണം കുറച്ച് നാള് എൻ്റെ കുറേ ഇന്റർവ്യൂസ് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നു, തരികയാണെങ്കിൽ രജനീഷിന് ആദ്യം തരാം എന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, പെൺകുട്ടി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോന്ന് പറയാ, വൈകുന്നേരം കാരണം വരെ വീട്ടിലേക്ക് അയക്കും. എന്നെ കാണാനല്ല, ഇതാണ് ആള്, കാരണവരാണ്. ഇത് കാപ്പി. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ പെണ്ണിനെ? ഇഷ്ടപ്പെട്ടു. കാരണന്മാരെ ഞാൻ വൈകുന്നേരം വീട്ടിലോട്ട് വിടാം കേട്ടോ, ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഓക്കെ ശരി. പെണ്ണിന്റെ പേര് ചോദിച്ചില്ല. സുജ. ആഹാ, സുജ നല്ല പേര്. ഓക്കെ. അല്ല, ഇതും പെണ്ണെണ്ണയല്ലേ, ആണല്ലോ? ഈ നിന്നതും ആണാണോ? ഞാൻ അങ്ങനെ സ്വഭാവമുള്ള ഒരു പെണ്ണ്. ടെറർ. പക്ഷെ ചേച്ചി കോമഡി പരിപാടികൾ ചെയ്ത് ആളുകൾ ഈ ടെറർ സ്വഭാവം വിട്ടു ചേച്ചിയുടെ. ചേച്ചിക്ക് ടെററാണെന്ന് ചേച്ചിയെ കുറിച്ച് അറിയില്ല ആർക്കും. ചേച്ചി ശരിക്കും ടെററാണ്. ശരിക്കും ഞാൻ ആവശ്യങ്ങളിൽ ടെററാവും, അല്ലാത്തപ്പോൾ പാവമാവും. ശരി ചേച്ചി, താങ്ക് യു. ഇപ്പൊ മഞ്ജു ചേച്ചി എല്ലാവരും ചേച്ചി എന്ന് വിളിക്കും. കുഞ്ചാക്കോവനും മഞ്ജു ചേച്ചി ഒരേ പ്രായം. ചാക്കോച്ചൻ ഇപ്പൊ എന്നെ വിളിക്കുന്ന എടി മഞ്ജു എന്നാ. ആരെവിടെ നിന്നാലും ചാക്കോച്ചൻ എടി മഞ്ജു വിളിച്ചിട്ട് ആവശ്യമില്ലെങ്കിൽ വിളിക്കും, എടി മഞ്ജു 10 പ്രാവശ്യം വിളിക്കും. ഇങ്ങനെ സത്യം തുറന്നു പറഞ്ഞ ഇരിക്കും. പിന്നെ അല്ല, അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ചാക്കോച്ചൻ എന്ന് മാത്രമല്ല, എല്ലാവർക്കും എൻ്റെ അടുത്ത് ഒരു മേ ബി ഒരു സീനിയർ ആയിട്ട് വന്നത് കൊണ്ടുള്ള ഒരു റെസ്പെക്ട് എന്നുള്ള രീതിയില്, അതെ, അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളുമാണ്. ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിലൊക്കെ യൂണിറ്റിലും ഒക്കെ നിൽക്കുന്ന നമ്മളെക്കാട്ടിലും ഞാൻ അണ്ണാന്നായിരിക്കും വിളിക്കുന്ന, ചേട്ടാന്നായിരിക്കും വിളിക്കുന്നത്, അവര് തിരിച്ചു വിളിക്കുന്ന ചേച്ചി. അങ്ങനെ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി വരെ ഓക്കെ, ആന്റി വിളി കേൾക്കുമ്പോൾ നമ്മളെക്കാട്ടിലും ഒരു 5 വയസ്സിന് എളുപ്പമുള്ള ആൾക്കാർ വന്ന് ആന്റി എന്ന് വിളിക്കും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ പ്രായം കുറയ്ക്കാനാണോ എന്റെ പ്രായം കൂട്ടാനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പൊ ഞാൻ ലോക്കി എന്ത് മാമി എന്ന് ചോദിക്കും. പിന്നെ ഈ സ്ലാങ് ഉണ്ടല്ലോ, സ്ലാങ് ചില സ്ഥലത്ത് സ്കിറ്റിലൊക്കെ ചേച്ചി ഉപയോഗിക്കുന്ന, ചില ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന സ്ലാങ് ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം സ്ലാങ്ങിന് ചേച്ചിക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഈ ട്രിവാൻഡ്രവും കോട്ടയം എനിക്ക് ഈസി ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചേച്ചിയും കൽപ്പന ചേച്ചിയും കൂടെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് പണ്ട് ചെയ്ത സ്കിറ്റ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ കണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കൽപ്പന ചേച്ചി ചെയ്തേക്കുന്ന ഒരു ആൺ ക്യാരക്ടറാണ്, ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ഒരാളായിട്ട്. അത് എനിക്ക് തോന്നുന്നു സിദ്ദിഖ് സാറിന്റെ ഒരു പ്രോഗ്രാം അല്ലേ ഇത്? പുളുവൻ കുട്ടൻപിള്ള മാമനല്ലേ? പുളുവൻ എന്ന് പറയുന്ന മക്കളങ്ങ് വീട്ടിൽ വെച്ചിരുന്നത് ആങ്കർ ചെയ്തിരുന്നു സിദ്ദിഖ് സാർ. പഴയ ഒരു സ്കിറ്റാണ്. മിനിയും മഞ്ജുവും കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇരുന്നിട്ട് പറഞ്ഞു തന്നാണ്, മക്കളെ ഇങ്ങനെ നീ ചോദിച്ചാൽ മതി ഇന്ന കാര്യങ്ങൾ, ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളാണ്, അങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു കോമഡി ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് കൽപ്പന ചേച്ചി എന്ന് പറയുന്നത്. കൽപ്പന ചേച്ചി വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഉർവശി ചേച്ചിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും കൽപ്പന ചേച്ചിയെ കുറിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മൾ വിട്ടുപോകാറുണ്ട്.
അല്ല, മിൻചേച്ചി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് മിൻചേച്ചി പറഞ്ഞിട്ടുണ്ട്, മക്കളെ എൻ്റെ പണ്ട് കേട്ടോ, എൻ്റെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇവിടെ കോമഡി ആരുമില്ല മക്കളെ, അപ്പം നീ അതിലേക്ക് തിരിയണം, നിനക്ക് വഴങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് മിൻചേച്ചിയാണ് ശരിക്കും. അങ്ങനെയാണ് വീട്ടിലേക്ക് തമാശയിലേക്ക് ഞാനൊന്ന് കാൽ വെച്ചത്. ആക്ച്വലി എൻ്റെ ഹ്യൂമർ മിനി സ്ക്രീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥ് സാർ ഡയറക്റ്റ് ചെയ്തിരുന്ന ഒരു ചെറിയൊരു, ഞാനും സിദ്ദിഖിക്കയുമായിരുന്നു അതിൽ ചെയ്തിരുന്നത്. അത് ചെറിയൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു, ഓണത്തിനിറങ്ങിയ ഇൻസ്റ്റന്റ് ഓണം എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. അതിൽ നിന്ന് ആണ് അടുത്തത് ഞാനും ജഗദീഷ് ഏട്ടനും ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ അത് സ്റ്റാർട്ട് ചെയ്തത്. അത് ആക്ച്വലി കുറച്ച് വർഷങ്ങൾ പോയി, കല്യാണം കഴിഞ്ഞു, പ്രഗ്നൻ്റ് ആയി ഒരു 8 മാസം വരെ ഞാൻ ആ വർക്ക് ചെയ്ത്. ഒരു ദിവസം ഞാൻ നിലത്തിങ്ങനെ ഇരുന്നിട്ട് ചാടി എഴുന്നേറ്റ് സ്റ്റെപ്പ് ഓടി കയറുന്ന ഒരു ഷോട്ട് കണ്ടിട്ട് എന്നെ ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഷൂട്ടിംഗ് സെറ്റിൽ പ്രസവിക്കണോ അതോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കണമെന്ന് ചോദിച്ചിട്ടാണ് അത് നിർത്തിയത്. എഗെയിൻ ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ച് വണ്ണമൊക്കെ വെച്ചപ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരം നടക്കാൻ പോകുന്നൊരു സ്വഭാവം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ അന്ന് ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത് പഠിക്കുക, അപ്പം തണുക്കും, അതങ്ങ് ശീലമായി. പക്ഷേ ചൂട് കാപ്പിയാണ് ചേച്ചിക്ക് വേണ്ടതെന്നാണ് പറഞ്ഞത്. ചൂട് കാപ്പി ഊതി കുടിക്കാനാണ് കുപ്പിന് ഏറ്റവും ഇഷ്ടം, പക്ഷെ മഞ്ജുപിള്ളിക്ക് അത് ഇഷ്ടമല്ല. എന്നിട്ടേ ആ സമയത്ത് ഗോപി സാറ് ചോദിച്ചു നമുക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്തതും അത് പിന്നെയും റൺ ചെയ്ത് പോയത്. വിശ്വനാഥനും സുലോചനയും ഈ പ്രേംകുമാർ സാറുമായിട്ട് നമ്മൾ ദൂരദർശനിൽ വരുന്ന അതുണ്ട്. അത് തത്തമ്മയെ പൂച്ച വെരി ഫസ്റ്റ് അതിലെനിക്ക് കോമഡി ഒന്നും അറിയില്ല, അതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഞാൻ കോമഡി ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയില്ല അതിനകത്ത് എന്താണ് ആക്ടിംഗ് എന്ന് പഠിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആക്ടിങ് അറിഞ്ഞൂടാത്ത സമയത്ത് ഞാൻ പോയി ചെയ്തതാണ്. പ്രേമേട്ടൻ സൂര്യ കൃഷ്ണമൂർത്തിയിലെ മൂർത്തി സാറ്, അദ്ദേഹത്തിൻ്റെ മൂർത്തി സാറിൻ്റെ സ്ത്രീ പർവം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് നടക്കുന്ന സമയത്ത് പ്രേമേട്ടൻ വന്ന് കണ്ടിട്ടാണ് എന്നെ ചൂസ് ചെയ്യിപ്പിക്കുന്നത്. അത് അടിപൊളി ചേച്ചി. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് മറ്റേ പറന്നു പോകുന്ന ആളാണ്, ചിരിച്ചു പറക്കുന്ന ഒരാളുണ്ട്, വവ്വാൽ. അതെന്താ വെച്ചാല് അടുത്തിരിക്കുന്ന ആളെയും വലിച്ചിടും, അത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോ പിടിച്ച് തള്ളിക്കളയും. അപ്പൊ സംക്രാന്തിയൊക്കെ കരുതിയിരിക്കാന്നുള്ളതാണ് എപ്പോഴാണ് പറയുന്നത്. ഇപ്പൊ പിന്നെ അവരുമായിട്ടങ്ങ് അവരായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, അവരുമായിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അവര് വേറെ ചില തിരക്കുകളായിട്ട് പോയി എങ്കിലും അവരുമായിട്ട് അങ്ങ് ജെല്ലായിട്ടേ ഒരു ഫാമിലി പോലെ, ഇപ്പോഴും ഫാമിലിയാണ്, പക്ഷെ ഒരു ഫാമിലി പോലെ അങ്ങ് ആയിട്ട് എന്തും ചെയ്യാന്നുള്ള ഇതിലായിട്ട്. ഇപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ വരുമ്പോഴും അയ്യോ ഇവരെന്ത് വിചാരിക്കുന്നുള്ളൊരിത് വരുമല്ലോ. പിഷു ഇപ്പുറത്തിരിക്കുന്ന, ഇപ്പുറത്ത് ബിബിയെ ഞാൻ തല്ലാറുണ്ട്, ഇപ്പുറത്ത് നസീർക്കായിരിക്കും. പക്ഷെ ചാടി ഇറങ്ങി പോവും ചേച്ചി, ആ കസേരന്നൊക്കെ ഇറങ്ങി പോവും, പുറത്തേക്കൊക്കെ പോവും. എന്റെ ചില ചിരിച്ചിട്ട് ശ്വാസം കിട്ടില്ല. കാരണം എന്റെ ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡാ, ഞാൻ ലൗഡായിട്ട് ചിരിക്കുള്ളൂ, അത് പലർക്കും ഇഷ്ടമല്ല. പക്ഷെ ചേച്ചി അവിടെ നിൽക്കുന്നവർക്ക് അത് അനുഗ്രഹമാണ് ചേച്ചി, അവര് പറയും അവർക്ക് അവാർഡാണത്. അവർക്ക് അവാർഡിനപ്പുറത്തേക്ക് അവർ പലപ്പോഴും പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്, ചേച്ചിയുടെ ചിരി അല്ലെങ്കിൽ ആരാണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ ചിരി കേൾക്കുമ്പോഴാണ് സ്റ്റേജിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക്, അത് നമുക്കാണെങ്കിലും അതെ, റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മളും തളർന്നു പോകും, എത്ര കളിച്ച് കയറ്റിയിട്ടും കാര്യമില്ല. അപ്പോൾ ഒരു ചിരി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനുള്ള ഇത് കൂടും. പല ആർട്ടിസ്റ്റുകളും കണ്ടസ്റ്റൻസും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്ന് ശബ്ദമില്ലാതെ ചിരിക്കുമ്പോൾ ചേച്ചി ഉറക്ക ചിരിക്കുമോ, ചേച്ചി ഉറക്ക ചിരിക്കുമോ. ഞാൻ ഉറക്ക ചിരിക്കുന്നത് എനിക്ക് ഉണ്ടാക്കി ചിരിക്കാൻ അറിയില്ല, പക്ഷെ അത് ചിരിച്ചു പോകുന്നതാ. ഞാൻ നോർമലി അങ്ങനെയാണ്, അനുഗ്രഹമാണ്. പക്ഷെ പല ആൾക്കാർക്കും ഈ പറയുന്ന പോലെ ശരിയായിരിക്കാം, ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ പല പല മെസ്സേജുകൾ ഈ തള്ളയുടെ ചിരി കാരണം ഒന്നും കേൾക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഞാൻ പിന്നെ അവരുടെ ചെലവിലല്ല